ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ പുറകിൽ എന്താണ് കാണുന്നതെന്ന്. ഇതെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലുള്ള വളരെ നല്ല ഭംഗിയുള്ളതും പൂത്തും ആയി നിൽക്കുന്ന നല്ല ചെടികളും നല്ല മലകളും ഒക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു പ്രകൃതിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് അത് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഇതായിട്ടാണ് ഈ വീഡിയോ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ കുറേ വാഴകളും ഇതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. കണ്ടില്ലേ, നല്ല മനോഹരമായ ഒരു ചെടികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ കണ്ടില്ലേ, വളരെയധികം മനോഹരമായ ചെടികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പൂത്ത പാടങ്ങളും വാഴകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ചെറിയ കര കഴിഞ്ഞ കണ്ണീര് പോലത്തെ നല്ല ഒരു ചെറിയ തോട്. വളരെയധികം മനോഹരമാണ് കേട്ടോ. കണ്ടില്ലേ, അവിടെ എൻ്റെ അനിയനും എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മക്കളും ഒക്കെ ആയിട്ട് കളിക്കുകയാണ്. കണ്ടില്ലേ, നല്ലൊരു ഇതാണ് ഇവിടെയൊക്കെ ഉള്ളത്. കണ്ടില്ലേ, ഈ തോടാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. ഇവിടെ മൊത്തം തോടുകളാണ്. ഈ പാടം കണ്ടില്ലേ നിങ്ങൾ? വെയിലായതുകൊണ്ട് നല്ല വെയിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. പിന്നെ നമ്മളുടെ അതിൻ്റെ പേരെനിക്കറിയില്ല. ഇതേപോലത്തെ പാടം നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങ് ദൂരെ ഒരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എടുക്കുന്ന ക്യാമറ പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൈ കൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ വോയിസിന് ക്ലിയറായി കിട്ടുമോയെന്നറിയില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് മാക്സിമം ഒന്ന് സഹകരിക്കുക. നല്ല മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സുന്ദരമായ മഞ്ഞപ്പൂക്കൾ. കണ്ടില്ലേ, ഒന്നിനെ പറിച്ചെടുക്കാം. കണ്ടേ ഗൈസ്, കണ്ടോ, നല്ലൊരു മഞ്ഞപ്പൂവാണത്. കണ്ടോ, നല്ല മനോഹരമായൊരു മഞ്ഞപ്പൂ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അവരവിടെ കിടന്ന് കളിക്കട്ടെ, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഈ പൂ ഞാൻ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ല മനോഹരമായിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറേ നേരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ് തൊട്ടാവാടി. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, നല്ല മനോഹരമാണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. കണ്ട, മുകളിലൊക്കെ ഒരു വീടൊക്കെ ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ക്യാമറ ഉണ്ട്. അതിനെ നല്ല രീതിക്ക് എടുത്ത് തന്നേനെ. ഇവിടെ മൊത്തം മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ടൊക്കെ കണ്ടില്ലേ, പിന്നെ ഇവിടെ കുറേ വാഴകളൊക്കെ ഒടിഞ്ഞു വീണു. അത് ഒടിഞ്ഞു വീണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലോ, നേരത്തെ പെയ്ത മഴയിൽ മഴയിൽ നല്ല ശക്തമായ കാറ്റും ഒക്കെ ഇവിടെ നല്ല വീശി വന്നിരുന്നു. അതിൻ്റെ ഇതിലാണ് ഒരുപാട് വാഴകളൊക്കെ ഒടിഞ്ഞു വീണത്. ഒരുപാട് മരങ്ങളും തെങ്ങുകളും ഒക്കെ ഒടിഞ്ഞു വീണു. ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഇങ്ങനെയും ഒരു പച്ച പ്രകൃതി നമ്മളുടെ ഈ ഭൂമിയിലുണ്ടെന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു സന്തോഷമാണ്. ഇപ്പം എല്ലായിടത്തും മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയൊക്കെ ചെയ്യണം. പരിസ്ഥിതി ദിനം വരുമ്പോഴാണ് ചിലവരൊക്കെ മരങ്ങൾ നടുന്നതെന്ന് വരെ